എവിടെയാണ് ആദർശവിരുദ്ധത ഉണ്ടായത്, ആദർശവിരുദ്ധ പ്രചാരണം നടത്തിയത്, എവിടെയാണ് പ്രസംഗിച്ചത് എന്നൊക്കെ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. ഞാനതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ പറയുകയാണ്. ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇതുവരേക്കുമുള്ള ഒരു തീരുമാനങ്ങളിലും ഏതെങ്കിലും ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ പ്രസ്ഥാനത്തെയോ സമൂഹമധ്യേ അകാരണമായി അവരെ തേജോവധം ചെയ്യുക എന്നത് സമസ്തയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകുന്നതുമല്ല, സമസ്തയുടെ പണി അതുമല്ല. മറിച്ച് ദീനിനെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ, സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു സംഗതി വരുമ്പോൾ, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയം വരുന്ന സന്ദർഭത്തിൽ അതിൽ ഇടപെടുക എന്നുള്ളത് മതപരമായൊരു ചുമതലയാണ്. അത് മതപരമായൊരു ചുമതലയാണ്. അത് വ്യക്തി തേജോവധം അല്ല. അതിനെ സംബന്ധിച്ച് വ്യക്തിവിരോധം തീർക്കുക, അതല്ലെങ്കിൽ സമസ്തയിലെ തന്നെ അകത്തുള്ള 1, 2, 3, 4 വ്യക്തികൾക്കുള്ള ചില പകയും വിദ്വേഷവും അസൂയയും ആണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്നൊക്കെ വാർത്താ സമ്മേളനങ്ങളിലും അഭിമുഖങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങളിലൊക്കെ പലരും നടത്തുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊന്നും വസ്തുതയല്ല. ഒരാളിനോട് ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഹമീദ് ഫൈസി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. ഞാൻ അളന്ന് മുറിച്ച് ഖണ്ഡിതമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വിഷയവും സമസ്തയുടെ ഈ മുഷാവറയുടെ തീരുമാനവും ഹമീദ് ഫൈസിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നതരായ 40 മുഷാവർ മെമ്പർമാരെ അവരൊക്കെ സ്വാധീനിച്ചിട്ട് അവരുദ്ദേശിക്കാത്ത അവരാഗ്രഹിക്കാത്ത ഒരു തീരുമാനം ഉസ്താദ് എടുപ്പിച്ചു എന്നോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഉസ്താദ് എന്നല്ല, ഹമീദ് ഫൈസി എന്നാണ്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? തികച്ചും അത് തെറ്റാണ്, വസ്തുതാവിരുദ്ധമാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട്, അദ്ദേഹം അത് സമ്മതിച്ചു. അപ്പൊ എന്താണിത് കാരണം? ഏതാനും ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ഈ കാളികാവ് പരിസരത്തിൽ നിന്ന് ഉണ്ടായത് ഒരു വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനാദരവുകളോട് നിരക്കാത്ത വിധത്തിൽ, അതൊരു മുസ്ലിം പ്രയോഗിക്കേണ്ട പ്രയോഗം അല്ല. വിശിഷ്യ സുന്നികൾ ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തില്ല. കാളികാവിലുള്ള നമ്മുടെ വാഫി ക്യാമ്പസിൽ വെച്ചുകൊണ്ട് ഒരു അസംബ്ലിയിൽ ജനാബ് അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരിയുടെ ഒരു പ്രസംഗം. ആരോടാ പ്രസംഗിക്കുന്നത്? അവിടെയുള്ള നിഷ്കളങ്കരായ നമ്മുടെ മക്കളോട്. നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ കേവലം ഭൗതികത ആഗ്രഹിക്കുന്നവരല്ല അത്തരം സ്ഥാപനങ്ങളിൽ മക്കളെ ചേർക്കുന്നത്. മറിച്ച് ഇതേ ഈ സദസ്സിലുള്ള ആളുകളെ പോലുള്ള ആളുകളുടെ മക്കളാണ് നമ്മുടെ ദീനി സ്ഥാപനങ്ങളിലൊക്കെ ദീനി വിദ്യാഭ്യാസത്തിനും അതോടൊപ്പമുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിനും വേണ്ടി മക്കളെ ചേർക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ആ മക്കളോട് ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേപടി ഞാനിവിടെ പറയാം. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ വരികയാണെന്ന് വിചാരിക്കുക എങ്കിൽ ഡാഷിന്റെ പ്രസിഡന്റാണോ ലീഗിന്റെ പ്രസിഡന്റാണോ ആകുക? ഡാഷ് എന്ന് പറഞ്ഞാൽ സമസ്തയാണ്, ലീഗിന്റെ പ്രസിഡന്റാണ് ആവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ ലീഗ് ഉണ്ടാക്കുകയാകും ചെയ്യുക. 2 പ്രശ്നമാണ് ഈ പ്രസ്താവനയിലുള്ളത്. ഇത് ഇങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് അവിടുത്തെ അധ്യാപകർ തന്നെ പിന്നീട് ഒരു ഡോക്യുമെന്ററി വീഡിയോ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിലവർ പറയുന്നുണ്ട് സംഗതി അത് ശരി തന്നെയാണ്, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇനി അത് അനിഷേധ്യമായൊരു വിഷയമായി. ആ അവിടെ നിന്ന് തന്നെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി മറ്റൊരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് എന്ന് അദ്ദേഹം അവിടെ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സമസ്ത വിരുദ്ധതയുടെ ഏറ്റവും മൂർത്തമായ അവതരണം. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ലീഗിന്റെ പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ഗൗരവപ്പെട്ട കാര്യമാണ്. മുസ്ലിം ലീഗ് നമ്മുടെ പ്രസ്ഥാനമാണ്. അത് ഇന്ത്യയുടെ മതേതര സാഹചര്യത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലമുൽ മലക്കൂത്തിൽ നിന്ന് ആലമുൽ മുൽക്കിൽ ഇവിടെ വരുന്ന കാര്യമാണല്ലോ ആ വരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണല്ലോ ലീഗിന്റെ പ്രസിഡന്റ് ആവുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിലാഫത്തിന്റെ കാര്യമല്ലേ നടത്തുക? അവിടെ ഒരു മതേതരത്വത്തിൻ്റെതായ ഭരണമായിരിക്കുമോ? നബിയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വരുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഭരണം എങ്ങനെയായിരിക്കും? ഇത് നമ്മളെല്ലാം വായിച്ചതും പഠിച്ചതും കിതാബ് ഓതിയതുമായ വിഷയമല്ലേ? ഒരു മഹല്ല് കമ്മിറ്റിക്കാരോ അതല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്കാരോ പറയാണ് നബി ഇപ്പോൾ വരികയാണെങ്കിൽ ഞങ്ങള് മഹല്ലിന്റെ പ്രസിഡന്റ് ആകുക. ഇങ്ങനെയൊക്കെ നബിനെ വെച്ചിട്ട് പറയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉദാഹരിക്കുവാൻ വേണ്ടി വലിച്ചടക്കേണ്ടത്? വേറെന്തെല്ലാം പറയാനുണ്ട്? നബിയുടെ ബഹുമാനാദരവുകൾക്ക് നിരക്കാത്ത പ്രയോഗങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് വിശദമായ വിശദീകരണങ്ങൾ നമ്മുടെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് എല്ലാം കൂടി ഇവിടെ പറയാനുള്ള സമയമില്ല. ഒരു ഉദാഹരണം പറയാം. ഒരാൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽത്തട്ടം വസിയാബുഹു, നബിയുടെ വസ്ത്രം വസിഹ, അതൊക്കെ ചളി പിടിച്ചതായിരുന്നു എന്ന് പറഞ്ഞു. സംഗതി ശരിയാണ്. റസൂലുള്ളാഹിന്റെ തട്ടം വസ്ത്രമൊക്കെ പല സന്ദർഭങ്ങളിലും ചളി പിടിച്ചതായിട്ട് ചരിത്രത്തിലുണ്ട്. പക്ഷെ ഒരാൾ നബിയെ വർണ്ണിച്ചുകൊണ്ട് അങ്ങനെയാണ് ആ സദസ്സിന് പരിചയപ്പെടുത്തുന്നത് എങ്കിൽ അതിൽ റസൂലുള്ളാഹിനെ നിന്ദിക്കുക എന്ന ഒരു വിഷയമുണ്ടായതുകൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പണി ചെയ്തവനാണ് എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഇനി ആ ഒരു ഉദ്ദേശമില്ലാതെയാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയൊന്നും അയാൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാലും യുഅസ്സറു തഅ്സീറൻ ബലീഗൻ, അതിശക്തമായ നടപടി ആ വ്യക്തിയുടെ പേരിൽ ഉന്നത നേതൃത്വം എടുക്കേണ്ടതാകുന്നു. അതിശക്തമായ. അവിടെ ഇസ്തിതാബത്തിന്റെ മസലൊന്നുമില്ല. പിന്നെ മുർത്തദിനെ നിയമ നടപടിക്ക് വിധേയമാകുന്നതിന് മുമ്പായിട്ട് ഇസ്തിതാബത്തിന് വേണ്ടി മടങ്ങുമോ എന്ന് നോക്കാൻ വേണ്ടി 3 ദിവസത്തേക്ക് ഒരു അവധി കൊടുക്കണമെന്ന മസല റിദ്ദത്തിന്റെ ബാബിൽ പറയുന്ന ആ മസല തഅ്സീറിന്റെ ബാബിൽ വരൂല. രിദ്ദത്തിന്റെ ബാബിൽ ഇസ്ലാമികമായ കർമ്മശാസ്ത്ര നടപടി ആയിട്ടൊന്നും ഇവിടെ വരാൻ പറ്റില്ല. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ കുട്ടിയെ അടിക്കണം എന്ന് പറഞ്ഞ ഹദീസിൽ എവിടെയെങ്കിലും അതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടോ അവന് ഖളാ വീട്ടോ എന്ന് നോക്കണമെന്ന്? ആണ് അടിക്കല്ലാതെ. അപ്പൊ ആ മസല ഒന്നും ഇവിടെ പറയണ്ട. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഇത്തരം വാക്കുകൾ, നബിയുടെ ബഹുമാനാദരവുകൾക്ക് നിരക്കാത്ത വാക്കുകൾ, ഇസ്ലാമിൽ നിന്ന് തന്നെ മനഃപൂർവ്വവും ബോധപൂർവവും അവഹേളിക്കണം എന്ന ചിന്താഗതിയോടുകൂടെയാണെങ്കിൽ പുറത്തു പോകുന്ന വാക്കുകൾ ഒരുപാടുണ്ട്. ഹമ്മാലുൻ യതീമു അബീ താലിബ്, അല്ലെ ജമ്മാലുൻ യതീമു അബീ താലിബ്, അബൂ താലിബിന്റെ യതീമായ ചുമട്ടുകാരൻ അല്ലെങ്കിൽ ഒട്ടകക്കാരൻ. ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിനെ പറ്റി ഒരാൾ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഗൗരവപ്പെട്ട വാക്കുകളാണ്. അതിശക്തമായ നിയമ നടപടിക്ക് വിധേയമാക്കപ്പെടേണ്ട കാര്യമാണ് എന്നാണ് ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത്. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഒരു പണ്ഡിത പ്രസ്ഥാനാണ്. പണ്ഡിതോചിതമായിട്ടായിരിക്കും വിഷയത്തിൽ ഇടപെടുക. നാട്ടു നടപ്പോ അതല്ലെങ്കിൽ ആൾക്കാരെന്തെങ്കിലുമൊക്കെ വിലയിരുത്തുന്നതോ അവരുടെ വീക്ഷണമനുസരിച്ചോ ആയിരിക്കില്ല സമസ്തയുടെ നിയമപരമായ വീക്ഷണങ്ങളും നടപടികളും ഉണ്ടാകുക. നോക്കൂ നിങ്ങൾ, രണ്ടാമത് വഫിയകളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം. എന്തു ന്യായീകരിച്ചിട്ടും കാര്യമില്ല. ആ പ്രസംഗത്തിൻ്റെ ആദ്യ സെക്കൻഡ് മുതൽ അവസാന സെക്കൻഡ് വരെ ഒരാൾ കേട്ടാലും ഈ പറഞ്ഞത് തന്നെയാണ് അതിലുള്ളത്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഒരു പക്ഷേ വഫിയകൾക്ക് കൂടുതൽ ശാക്തീകരണവും പ്രചോദനവും കൊടുക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അങ്ങനെ പറഞ്ഞോട്ടെ, അതൊക്കെ തൗജീഹാത്തുകളാണ്. ഇത്തരം വിഷയത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞതാണ്, അതല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ റസൂലുള്ളാഹിനെ കൊണ്ടുവന്നതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം കൊണ്ട് 600 പേജാണ് പഠിച്ചതെങ്കിൽ ആ വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? 23 കൊല്ലം കൊണ്ട് 600 പേജാണ് റസൂലുള്ള പഠിച്ചതെങ്കിൽ
അങ്ങനെയാണോ ഖൗലുൻ സഖീൽ എന്ന ഖുർആനെ സംബന്ധിച്ച് റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന ഖുർആനും നമ്മൾ ഓതുന്ന ഖുർആനും ഒരേ നിലയിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റുമോ? ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കോ അതിൻ്റെ മതപരമായ മറ്റു ചർച്ചകളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഇദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ 23 കൊല്ലം കൊണ്ട് 600 പേജാണ് പഠിച്ചതെങ്കിൽ നമ്മുടെ വഫിയ വിദ്യാർത്ഥിനികൾ 5 കൊല്ലം കൊണ്ട് 12,000 പേജുകൾ പഠിച്ചിട്ടുണ്ടാകും. അവർ റസൂലിനേക്കാൾ ഒരുപാട് ഇരട്ടി പഠിച്ചിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടി പറഞ്ഞതായിക്കോട്ടെ, ഗദ്ഗത കണ്ഠനായി പറഞ്ഞതായിക്കോട്ടെ, സലാത്ത് ചൊല്ലി പറഞ്ഞതായിക്കോട്ടെ, ആ പറഞ്ഞതെന്ത്, അവിടെ എന്തിനു വേണ്ടി എങ്ങനെ എന്നതിലേക്കല്ല നോട്ടം. അത് നബിയുടെ ബഹുമാനാദരവുകൾക്ക് നിരക്കാത്ത പ്രയോഗമാണ്. മുജാഹിദുകൾ സാധാരണ, ഇന്നലെയും കൂടി മുജാഹിദുകൾ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താണ്, ഒരു മയ്യത്തിലേക്ക് എന്തിനാണ് നിങ്ങൾ റൗദയിൽ ചെല്ലുമ്പോൾ നമ്മൾ റസൂലുള്ളാഹിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സലാം ചൊല്ലാറില്ലേ, ഇസ്തിസ്വാ ചെയ്യാറില്ലേ? അതിനെക്കുറിച്ച് അവരുടെ പ്രതികരണം, ഒരു മയ്യത്തിലേക്ക് എന്തിനാണ് നിങ്ങൾ തിരിയണത് എന്നാ. അത് നമ്മളാരെങ്കിലും പറയോ റസൂലുള്ളാഹിനെ പറ്റി? പറയോ? ഇന്നക്ക മയ്യത്തെന്ന് ഖുർആൻ പറഞ്ഞത് ആ അള്ളാഹ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പറയാൻ പറ്റുമോ? അള്ളാഹു പറഞ്ഞതിൻ്റെ പശ്ചാത്തലം എന്ത് എന്നുള്ളത് വേറെ വിഷയമല്ലേ. മുജാഹിദുകൾ സാധാരണ സർവ്വസാധാരണമായിട്ട് പറയാറുണ്ട്, ഒരു മയ്യത്തിൻ്റെ അരികിലേക്ക് എന്തിനാ അങ്ങനെ തിരിഞ്ഞിക്കണത്? അള്ളാഹുവിൻ്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത വിഷയം മൗദൂദിയുടെ ഒരു വാദം. അത് ഇഖ്വാനികളുടെ വാദമാണ്. മൗദൂദി ആരാണ്? മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദിയുടെ പ്രധാനപ്പെട്ട വാദം, ഇസ്ലാമിൻ്റെ ഫോക്കസ് അഥവാ അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇബാദത്തല്ല, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിലേക്കുള്ള കോഴ്സാണ് ഇബാദത്ത് എന്നാണ് മൗദൂദിയുടെ വാദം. അതാണ് മൗദൂദിയുടെ മതരാഷ്ട്രവാദം. ആ മതരാഷ്ട്രവാദത്തെയാണ് അഹ്ലുസുന്നയുടെ ഉലമാ അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഒരു പാർട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത്, അത് ശരിയാണ്. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി അതാണ് ഇസ്ലാമിൻ്റെ ഫോക്കസ് എന്നും അതിലേക്കാണ് ഇബാദത്തിനെ ഒരു കോഴ്സായിട്ട് സംവിധാനിച്ചിട്ടുള്ളത് എന്നുമുള്ള വാദം ആരുടേതാണ്? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം. ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരാൾ ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ ഫുൾ ഇബാദത്തിലായിട്ട് കഴിഞ്ഞൂടി എന്ന് വിചാരിക്കുക. എന്നാൽ അയാൾക്ക് ഇസ്ലാമിൽ പൂർണ്ണത ഉണ്ടോ ഇല്ലേ? അഹ്ലുസുന്ന പറയുന്നു ഉണ്ട് എന്നാണ്. ഉണ്ട്. ഒരു സഹാബി വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞില്ലേ, ഞാൻ 5 ഇസ്ലാം കാര്യങ്ങൾ അത് ഞാൻ സമ്പൂർണ്ണമായിട്ട് ചെയ്തോളാം. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അഫ്ലഹ ഇൻ സദഖ. ആ പറഞ്ഞത് അദ്ദേഹം സത്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ സമ്പൂർണ്ണമായി അയാൾ വിജയിച്ചു. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയണ വിജയിച്ചിട്ടില്ല, അയാൾക്ക് രാഷ്ട്രീയം അല്ലാത്തത് കൊണ്ട് ആ വിജയം പൂർണ്ണമായിട്ടില്ല. ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം. ഈ മതരാഷ്ട്രവാദത്തെയാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഇന്നോളം എതിർത്തിട്ടുള്ളത്. സമസ്ത മാത്രമല്ല, ലോകാടിസ്ഥാനത്തിലുള്ള സുന്നത്തി ജമാഅത്തിന്റെ ഉലമാക്കൾ എതിർത്തിട്ടുള്ളത്. ഹക്കീം ഫൈസി ഇതിൽ ഏത് പക്ഷത്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു വെബിനാറിൽ ദീർഘമായ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. രാഷ്ട്രീയം എന്നതൊരു വലിയ കാര്യമാണ്. രാഷ്ട്രം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതിയാണത്. വളരെ വലിയ പണ്ഡിതന്മാർ പോലും പറയും, രാഷ്ട്രീയമല്ലേ അത് അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളട്ടെ, രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് ഇടപെടാനില്ല എന്ന്. വളരെ ആപൽക്കരമാണ് ഈ സമീപനം. രാഷ്ട്രീയ ജീവിതം ഇസ്ലാമിക ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ സിംഹഭാഗവും മാറ്റി നിർത്തി എന്നാണ് വരിക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതെന്താണ്? മതപരമായ ആചാരങ്ങളിൽ കുത്തിയിരിക്കാതെ അതിലൊക്കെ ശ്രദ്ധിക്കുന്നതിന് പകരം ലോകരാഷ്ട്രീയത്തിലും ഭരണത്തിലും വികസനത്തിലുമായിരുന്നു ശ്രദ്ധിച്ചത്. ഇന്ന് നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ചർച്ച പോലെയല്ല അന്ന് മദീന പള്ളിയിൽ നടന്നിരുന്ന ചർച്ച. മറിച്ച് ഷാമിലും സിറിയയിലും പട്ടാളത്തെ എങ്ങനെ നിയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു. സിദ്ദീഖ് എന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് രാഷ്ട്രീയത്തിലാണ്. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലോ കർമ്മശാസ്ത്രത്തിലോ ദിക്ർ ദുആയിലോ അല്ല. ശ്രദ്ധിക്കണം, ഇവിടെ ആലിമീങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. അതിനാൽ ഈ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുലഫാക്കളെയും സംബന്ധിച്ച് പുനർവായന അനിവാര്യമാണ്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ ജീവിതത്തിന്റെ ഫോക്കസ് എന്തിനായിരുന്നു? ഒരു വിദ്യാലയം സ്ഥാപിച്ച് നബിയുടെ ജീവിതം എന്തായിരുന്നു എന്ന് ക്ലാസ് എടുക്കുകയായിരുന്നോ? അല്ല.
ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന് പറ്റുന്ന ഒന്നാമത്തെ ആളുകൾ പോലുമായിരുന്നില്ല. സിദ്ദീഖും ഉമറും വിരലിലെണ്ണാവുന്ന ഹദീസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അവർ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചതും ജീവിച്ചതും മരിച്ചതും ദിക്ർ ചൊല്ലാനോ ഇഅ്തികാഫിരിക്കാനോ ഖുർആൻ ഓതാനോ ആയിരുന്നോ? അല്ല, മറിച്ച് രാഷ്ട്രീയത്തിന് വേണ്ടിയായിരുന്നു. ഹക്കീം ഫൈസിയോട് നമുക്ക് ചോദിക്കാൻ, നിങ്ങൾ ഈ രാഷ്ട്രീയം എന്നുള്ളത് ഉദ്ദേശിച്ചത് ഖിലാഫത്താണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഖിലാഫത്ത് 30 കൊല്ലമാണ് ഉണ്ടാവുക, പിന്നീട് രാജഭരണമാണ് ഉണ്ടാവുക എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖിലാഫത്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്നാൽ അതിന്റെ മുഖ്യ ലക്ഷ്യം രാഷ്ട്രീയമാണെന്ന് എവിടെയാണുള്ളത്? അതൊരു ഭാഗം മാത്രമാണെന്നാണ് സുന്നത്തി ജമാഅത്തിന്റെ കാഴ്ചപ്പാട്. ഇബാദത്താണ് പ്രധാനം, ഇബാദത്താണ് അടിസ്ഥാനം. ഇബാദത്തിന് വേണ്ടിയാണ് മാനവരാശിയെ അള്ളാഹു പടച്ചിട്ടുള്ളത്. ഇത് ഖുർആനിന്റെ നസ്സാണ്. മൗദൂദിയുടെ വാദങ്ങൾ എന്താണ്? മൗദൂദി, ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദിയുടെ വാദങ്ങൾ ഞാനൊന്ന് സംക്ഷിപ്തമായിട്ട് ഇവിടെ വായിക്കാം. മതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നല്ല ഭരണമാണ്. ഈ ലക്ഷ്യത്തിൽ അശ്രദ്ധ വരുത്തിയാൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കില്ല. ഇതിൽ വീഴ്ച വരുത്തുന്നവൻ വൻകുറ്റം ചെയ്തവനാണ്. തൗഹീദ് അംഗീകരിക്കുന്നതിലൂടെയോ നിസ്കാരം നിലനിർത്തുന്നത് കൊണ്ടോ ആ കുറ്റം മായ്ച്ചു കളയാൻ സാധ്യമല്ല. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇസ്ലാമിൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും നിർബന്ധമാക്കപ്പെട്ടത്. അടിസ്ഥാന ലക്ഷ്യത്തിന് വേണ്ടി ജനങ്ങളെ തയ്യാറാക്കലാണ് ഇതിന്റെ ഉദ്ദേശ്യം. അതിനു വേണ്ടിയുള്ള നിർബന്ധ ട്രെയിനിങ് കോഴ്സാണത് ഇസ്ലാം കാര്യങ്ങൾ. ഇതേ ആശയം ഹക്കീം ഫൈസിയുടെ ഒരു ഓഡിയോ പ്രസംഗത്തിൽ എൻ്റെ ടെലഗ്രാമിൽ ഇന്നും വന്ന് കിടക്കുന്നുണ്ട്. അത് കേട്ട ആള് നമ്മൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നബിദിനാഘോഷം ലോകാടിസ്ഥാനത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഐഡിയ എത്ര ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവഴിച്ചാലും അത് സുന്നത്താണ് എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങളുടെ കാഴ്ചപ്പാട്. അത് തെളിയിക്കാനാണ് അവർ കിതാബുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഹക്കീം ഫൈസിയുടെ പ്രസംഗം ശ്രദ്ധിക്കൂ. ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. 2 കൊല്ലമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്? നമ്മൾ ആഘോഷങ്ങൾ നടത്തും, വല്ലാത്ത ധൂർത്താണ് എവിടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്രസകളൊക്കെ റബീഉൽ അവ്വലിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി ശരാശരി 2 ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദിനെ ബഹുമാനിച്ചുകൊണ്ട് വല്ല മധുര പലഹാരമോ മിഠായിയോ ചോക്ലേറ്റോ ജ്യൂസോ കൊടുത്താൽ മതി. അതിനപ്പുറമുള്ളതൊക്കെ ധൂർത്താണ് എന്നാണ്. നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വേണം. സുന്നത്തിനെ സുന്നത്തായി കാണണം, ധൂർത്തിനെ ധൂർത്തായി കാണണം. കാലങ്ങളായിട്ട് വഹാബികൾ നമ്മുടെ നബിദിനാഘോഷത്തെ വിമർശിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു ഉപായത്തെ ധൂർത്തായി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വളരെ കൗശലത്തോടുകൂടി നബിദിനാഘോഷത്തിനെതിരിൽ ഇവിടെ ഒരു ചിന്ത വളർത്തിയെടുക്കുകയാണ്. ഇത് ഇന്നും യൂട്യൂബിലും മറ്റും ലഭ്യമായ അവൈലബിളായ, ഇതിവിടെ പ്ലേ ചെയ്യാതെ തന്നെ എല്ലാവരുടെയും മൊബൈലിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാനതിൻ്റെ ഈ ധൂർത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നല്ല കാര്യത്തിൽ എത്ര ചെലവഴിച്ചാലും അത് ധൂർത്തല്ല. ലാ ഖൈറ ഫി സറഫി വലാ സറഫ ഫിൽ ഖൈർ. ഖൈറിൽ ധൂർത്തില്ല എന്നാണ്, ധൂർത്തിൽ ഖൈറും ഇല്ല എന്നാണ് നമ്മുടെ ഇമാമിങ്ങൾ ഇയാനത്ത് ത്വാലിബീനിൽ വരെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ധൂർത്താവുക? അതിനെ എന്ത് മാനദണ്ഡത്തിന്റെ വെളിച്ചത്തിലാണ് അതിനെ ധൂർത്താക്കുക? അപ്പൊ നബിദിനാഘോഷത്തിലുള്ള നമ്മുടെ ആവേശത്തോടു കൂടിയുള്ള മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല പറഞ്ഞു, ഉഹുദ് മലയോളം സ്വർണം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അത് റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നേനെ. ഇത് ഈ ഹസൻ ബസ്രിയുടെ ഈ വാക്യം ഹക്കീം ഫൈസി തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? അത് അന്ന് ദാരിദ്ര്യം പിടിച്ച കാലമായതുകൊണ്ട് പറഞ്ഞതാണ് എന്നാണ്. അല്ലെങ്കിൽ അതും ധൂർത്താവുമായിരുന്നു, അതും ധൂർത്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയല്ലത്, അതൊരിക്കലും ശരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പിഞ്ചു തലമുറ മുതൽ മറ്റു മതവിഭാഗങ്ങൾക്ക് വരെ പകർന്നു നൽകുന്ന നമ്മുടെ നബിദിനാഘോഷത്തിൽ ചെലവഴിക്കുന്ന പണം, ആ പണം 2 ലക്ഷം ആകുമ്പോഴത്തേക്ക് അതെങ്ങനെ ധൂർത്താവുക? കർമ്മശാസ്ത്ര വിരുദ്ധവും അഹ്ലുസുന്നത്തിന്റെ അടയാളങ്ങളെ നിസ്സാരമാക്കുന്നതുമായ അദ്ദേഹത്തിന് നിരന്തരമായ ഒരു നാക്കുപിഴ മാത്രമല്ല, നിരന്തരമായ പ്രചാരണങ്ങളായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നത്. അടുത്ത കാര്യം നോക്കൂ. സുന്നികളും അസുന്നികളും തമ്മിലുള്ള തർക്കങ്ങളെ നരകത്തിൽ പോണോ പോണ്ടേ എന്നുള്ള വിഷയമായിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രചരിപ്പിക്കുന്നതും ആ ഒരു ലക്ഷ്യാർത്ഥം ആണ് സമസ്ത കേരള ജമിയത്തുൽ രൂപീകരിച്ചത്. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. കേവലം മദ്ഹബുകൾക്കിടയിലുള്ള തർക്കം പോലെയല്ലത്. വിത്ർ സുന്നത്താണോ നിർബന്ധാണോ? തല വുളൂയിൽ തടയുമ്പോൾ അല്പം തടഞ്ഞാൽ മതിയോ? 4-1 തന്നെ തടയണോ? ഇതുപോലെയുള്ള മസലയാണോ സുന്നികളും അസുന്നികളും തമ്മിലുള്ള തർക്കം? ബിദ്അത്തും സുന്നത്തും തമ്മിലുള്ള തർക്കം അല്ല.
ലലാലത്തും ഹിദായത്തും തമ്മിലുള്ള തർക്കമാണത്. സ്വർഗവും നരകവും തമ്മിലുള്ള തർക്കമാണത്. എന്നാൽ ഇതിനെ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് ഹക്കീം ഫൈസിയുടെ പ്രസംഗം, സുന്നികളും ബിദഅകളും സമ്മേളിച്ചൊരു വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെ: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയായിരുന്നു നിസ്കാരത്തിന് ഇമാമത്ത് നിന്നിരുന്നത്, പകരം ആരും മുന്നോട്ട് വന്നിരുന്നില്ല. ഈ രീതിയാണ് മഹാന്മാരായ ഖുലഫാക്കളും അനുവർത്തിച്ചു പോന്നിരുന്നത്. പിൽക്കാലത്ത് ഖുർആൻ സൃഷ്ടിവാദം പോലുള്ള ശാഖാപരമായ ഖുർആൻ സൃഷ്ടിവാദമൊക്കെ ശാഖാപരമായ പ്രശ്നമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കാം. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാം, ഭിന്നത ഒരനുഗ്രഹമാണ്. ഒരുപാട് അഭിപ്രായമുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു അഭിപ്രായം അനുസരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി സ്വർഗത്തിലെത്തിയെങ്കിൽ മതിയല്ലോ. അതിനപ്പുറത്ത് എല്ലാ അഭിപ്രായ ഭിന്നതകളും തീർന്നിട്ട് എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക? നീ ഷാഫിയാവുക, ഹനഫിയാവുക, ഹംബലിയാവുക, മാലിക്കിയാവുക, അതിനപ്പുറത്ത് പ്രാമാണികമായി വല്ലതും പൂർണ്ണ രൂപത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ആളാവുക. ആരോടായി പറയണത്? ഇതൊരു ദർസ് എടുക്കുന്ന തുഹഫന്റെ ക്ലാസ്സിൽ പറയുന്ന വാക്കല്ല. അവിടെ പണ്ഡിതോചിതമായ പല ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയും. സാധാരണക്കാരായ സാമാന്യ ജനത്തോടാണ് ഈ പറയുന്നത്. എന്നിട്ട് പറയാം, അതിനപ്പുറത്ത് പ്രാമാണികമായ വല്ലതും പൂർണ്ണ രൂപത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ആളാവുക. നിങ്ങൾ ശാഖാപരമായ കാര്യങ്ങളിൽ ഭിന്നിച്ചോളൂ. കുല്ലും ബിമാ ലദൈഹിം ഫരിഹൂൻ. നിങ്ങൾ നിങ്ങളുടെ ന്യായവും കണ്ടെത്തിക്കോളൂ. പക്ഷെ അത്തരം വീക്ഷണ വ്യത്യാസങ്ങളൊക്കെ സമുദായത്തിന്റെ തല സംരക്ഷിക്കുന്ന ശ്രമങ്ങൾ തടസ്സമാവുന്ന തരത്തിൽ എവിടെയും ഉന്നയിക്കരുത്. സമുദായത്തിന്റെ തല എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ തലയുണ്ട്, ആത്മാവിന്റെ തലയുണ്ട്. ആത്മാവിന്റെ തല എന്ന് പറഞ്ഞാൽ ആദർശമാണ്. ആദർശത്തിന്റെ സംരക്ഷണത്തിൽ ഊന്നിക്കൊണ്ടുള്ള ശരീരത്തിന്റെ തലയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അല്ലാതെ ഇതൊക്കെ ഒരു ശാഖാപരമായ മദ്ഹബുകളുടെ ഇടയിലുള്ള തർക്കം പോലെയാണ് എന്ന് വരുത്തി തീർത്തിട്ട് ഇതിനെ വളരെ ലളിതവൽക്കരിച്ച് ജനങ്ങളോട് പറയാണോ വേണ്ടത്? അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്തിന്റെയും പാരമ്പര്യത്തിന് വിരുദ്ധമായ രൂപത്തിലുള്ള ആശയ വ്യതിയാന അല്ലെങ്കിൽ ആശയ വിരുദ്ധതയുടെ പ്രചാരണമാണ് എന്നുള്ളത് സമസ്തയുടെ വിലയിരുത്തൽ 100% ശരിയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏറ്റവും ഗൗരവപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കുക. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇസ്ലാമിക വീക്ഷണത്തിൽ, ഇസ്ലാമിക വിശ്വാസത്തിനെതിരെ അദ്ദേഹം പ്രസംഗിക്കാം. വടകര ഭാഗത്തു നിന്നാണ് അദ്ദേഹം അത് പ്രസംഗിച്ചത്. ഇതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അദ്ദേഹം പറയാണ്, വാഫി വിദ്യാർത്ഥികൾക്ക് നിഷ്പക്ഷമായി മതങ്ങളെക്കുറിച്ചും ഇസങ്ങളെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുകയും ഏതാണ് ശരി എന്ന് തെരഞ്ഞെടുക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് വളരെ നിഷ്കളങ്കമായി നൽകുകയും അങ്ങനെ അവർ പഠിച്ചു മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇത് ബുദ്ധിയുടെ വാതായനങ്ങൾ തുറന്നു വെക്കുന്ന പാഠ്യപദ്ധതിയാണ്, അല്ലാതെ അടഞ്ഞ കുറെ ചിന്തകൾ ചൊല്ലിപ്പഠിക്കുന്ന കോഴ്സല്ല. എന്താണ് ഇതിൻ്റെ ഗൗരവം? ഇതിനാണ് നമ്മളെ മക്കളെ സ്ഥാപനത്തേക്ക് നമ്മൾ അയക്കണത്. കുറേ മതങ്ങൾ മേശപ്പുറത്തിന് വെച്ചു, പഠിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നിഷ്കളങ്കമായിട്ടായിരിക്കണം പഠിക്കേണ്ടത്, മുൻവിധി പാടില്ല. ആ ചിന്തിക്കലോടുകൂടി ഇസ്ലാം എന്ന് പുറത്തു, പിന്നെ വായിച്ചോളുന്നില്ല. അങ്ങനൊരു ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉത്ഭവിച്ചാൽ തന്നെ അതൊരു അസ്മായി അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇസ്ലാം എന്നാൽ പുറത്തുപോയി. അപ്പോ ഹക്കീം ഫൈസിനെ മുർത്തദ്ദാക്കിയോ എന്ന് ചോദിക്കേണ്ട, അത് അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളും പുറവും എന്താണ് എന്നുള്ളത് പരിശോധിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. അതിലേക്കല്ല നമ്മൾ പോകുന്നത്. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇത്. സമൂഹത്തെ, വിദ്യാർത്ഥികളെ എത്രമാത്രം ബാധിക്കും, നമ്മളെ മക്കളെ എത്രമാത്രം ഇത് ബാധിക്കും. ഇതിൽ സമസ്തയോട് സംഘടനാപരമായിട്ട് ബന്ധമല്ല, ആദർശ ബന്ധമാണുള്ളത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പരിഹാരമായോ? ഇതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടില്ല. ഇവന് എന്തിനാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെടേണ്ടത്? ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തെയും വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന ഗുരുതരമായ ഒരു അതീവ ഗൗരവതരമായ ഒരു വിഷയം ഇവിടെ പ്രഭാഷണത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിലിടപെടണ്ടേ? നോക്കൂ നിങ്ങൾ, പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ നിരന്തരമായ പ്രചാരണത്തിൽപ്പെട്ടൊരു സംഗതിയാണ്. ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ തന്നെ ഇരു ചെവികളെ കൊണ്ടും കേട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഈ വണ്ടൂർ ഈ ഭാഗത്ത് വെച്ചിട്ടും അദ്ദേഹം അങ്ങനെ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏകദേശ രൂപങ്ങൾ എന്താണ്? അതിൻ്റെ ടോട്ടലി ഇങ്ങനെയാണ്. മദ്ഹബുകളിൽ നമ്മൾ സാധാരണക്കാരുടെ മുമ്പിൽ നമ്മൾ ഷാഫി മദ്ഹബ് പാലിക്കണം നമ്മൾ പറയും. സാധാരണഗതിയിൽ ഒരു മദ്ഹബിൽ ഉറച്ചു നിൽക്കണം എന്ന് നമ്മൾ പറയും. എന്തിനു വേണ്ടി? അതാണ് സാധാരണക്കാർക്ക് എളുപ്പം. അല്ലാതെ എല്ലാ മദ്ഹബും വാരിക്കൂട്ടിയിട്ട് നമുക്ക് എളുപ്പമുള്ളത് സ്വീകരിക്കുക എന്നുള്ളത് അത് അയാളുടെ അദാലത്ത് തന്നെ നഷ്ടപ്പെടുത്തുന്ന ദോഷമായി മാറുമെന്നാണ് നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വളരെ സന്നിഗ്ധമായ ഘട്ടത്തിൽ മാത്രമേ മറ്റു മദ്ഹബിൻ്റെ കൗലുകൾ നമ്മൾ അമൽ ചെയ്യാൻ
സാധാരണക്കാരോട് പറയാൻ പറ്റുള്ളൂ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഹക്കീം വൈസി പറയുന്നത് എന്താണ്? അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഫിഖ്ഹ്, അറിവ്, തസവുഫ്, ഇഹ്സാൻ, ഇതിൻ്റെയൊക്കെ ഉള്ളെന്താണ്? വസാലി ഇമാം യഹ്യായിൽ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, വിശ്വാസയോഗ്യരായ ഇമാമുകളിൽ നിന്ന് പഴുതുകളും ഇളവുകളും കണ്ടെത്തുക എന്നുള്ളതാണത്. പാടില്ല എന്ന് പറയാൻ എല്ലാവർക്കും കഴിയുമല്ലോ. അത് മനുഷ്യർക്ക് ആശ്വാസം കൊടുക്കുന്നതിന് വിപരീതമാണ്. മദ്ഹബുകളിൽ പക്ഷപാതിത്വം ഒഴിവാക്കുക. 4 മദ്ഹബും ശരിയാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഷാഫി മദ്ഹബ് ഒഴിവാക്കാതെയാണ് ഹംബലി മദ്ഹബ് പിന്തുടർന്നത്. ആ ബിലാ ഹജ്ർ എന്നുള്ള ആ പാട്ടും ആ പദ്യവും പാടുന്നുണ്ട്. പണ്ഡിതന്മാർ സാധാരണക്കാർക്ക് എളുപ്പം ചെയ്തു കൊടുക്കണം. നടന്നു പോരുന്ന രീതിയൊക്കെ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദീൻ എളുപ്പമാണെന്നാണ്. ലോകത്ത് 4 മദ്ഹബുകളുണ്ട്. സാധാരണക്കാർക്ക് സൗകര്യമായതനുസരിച്ച് പ്രവർത്തിക്കാമല്ലോ. ഹനഫി മദ്ഹബാണ് കൂടുതൽ യുക്തിപരമായത്. അത് എന്താണ് അതിൻ്റെ യുക്തി, അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത് നമുക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇതിൽ വസ്തുതാപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, തെറ്റുകളുണ്ട്. യഹ്യയിൽ അങ്ങനെ പരാമർശം ഇല്ല, അത് വേറെ കാര്യം. അതൊന്നും ഇപ്പം നമ്മൾ ഒരു വിഷയാക്കുന്നില്ല. പക്ഷേ ഇതെത്രമാത്രം അപകടകരമായ വാദമാണത്. ജനങ്ങളെ ഈ ഗൾഫിലൊക്കെ ഇപ്പോൾ വളർന്നു വരുന്നൊരു സിസ്റ്റാണ് മദ്ഹബ് നിരാകരണം എന്ന് പറഞ്ഞിട്ട് അതിന് 4 മദ്ഹബുകൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളി എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ ബലപ്പെടുത്തുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറച്ചിലുണ്ട്. ഇതിനെ ആഗോളവൽക്കരിക്കാനുള്ള ശ്രമം ഇന്ന് നടക്കുന്നുണ്ട്. ആ ശ്രമം കേരളത്തിൽ നടക്കാതെ പോകുന്നത്, യഥാർത്ഥ ദീനിന്റെ മദ്ഹബി പാരമ്പര്യം നിലനിൽക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സാന്നിധ്യം കൊണ്ടാണ്. ആ സാന്നിധ്യത്തെ ഇല്ലാതെയാക്കുന്ന നിരന്തരമായ പ്രചാരണം ഒട്ടനേകം പ്രഭാഷണങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ എല്ലാ പള്ളികളിലും, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പള്ളികളും എന്ന് പറയാം, അല്ലെങ്കിൽ മിക്ക പള്ളികളിലും, സുന്നത്ത് ജമാഅത്തിന് കീഴിലുള്ള മിക്ക പള്ളികളിലും അതിനൊരു ബൈലോ ഉണ്ടാവും. ആ ബൈലോയിൽ വളരെ വ്യക്തമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്, ഈ മഹല്ല് അല്ലെങ്കിൽ ഈ പള്ളി, ഈ പള്ളിയുടെ പരിപാലന കമ്മിറ്റി അശ്അരി മാതുരീദി സരണി, ആ സരണിക്കനുസരിച്ച് ആയിരിക്കും പ്രവർത്തിക്കുക. എന്താണ് അശ്അരി മാതുരീദി സരണി? 40 കൊല്ലം മുഅ്തസിലി വാദക്കാരനായിരുന്നു മാത്രമല്ല, മുഅ്തസിലി പിഴച്ച കക്ഷികളുടെ ഇമാമായിരുന്ന, അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ, ആരുടെ ചരിത്രത്തിൽ? അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുള്ളത്. ആ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു ബസറയിലെ പള്ളിയിൽ റമദാൻ 27 അന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉറക്കം വന്നപ്പോൾ വീട്ടിലേക്ക് തിരിച്ചുപോയി ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. എൻ്റെ സുന്നത്തിനെ ഞാൻ പഠിപ്പിച്ച, എൻ്റെ സ്വഹാബിമാർ ഇവിടെ പഠിപ്പിച്ച, കൈമാറി തന്ന ആ അഖീദയെ പുനരുജ്ജീവിപ്പിക്കണം, മുഅ്തസിലി പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെക്കണം. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിന്റെ സ്വപ്നത്തിലുള്ള നിർദ്ദേശം കേട്ടുകൊണ്ട് പള്ളിയിൽ പോയിട്ട് മിമ്പർമൽ കയറിയിട്ട് കുപ്പായം അടിച്ച് ജനങ്ങളിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, 40 കൊല്ലത്തെ മുഅ്തസിലി കുപ്പായം ഞാനിതാ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെയും പരിശുദ്ധ സ്വഹാബത്തിന്റെയും അഖീദകളെ സമാഹരിക്കുന്നു, അതിനെ സമർത്ഥിക്കുന്നു, അതിനെ സമുദായത്തിന് സമർപ്പിക്കുന്നു. അങ്ങനെയാണ് അശ്അരി സരണി ഉണ്ടായത്. അതാണ് അശ്അരി സരണി. പക്ഷേ ഈ അശ്അരി സരണിയെ വികലമായിട്ട് ലോകത്ത് പരിചയപ്പെടുത്തുകയും കേരളത്തിൽ തന്നെ മലയാളത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? വഹാബികളാണ്. കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവിയുടെ അത്തൗഹീദ് എന്ന പുസ്തകം മുതൽ KP മുഹമ്മദ് ബിൻ അഹമ്മദിന്റെ പുസ്തകങ്ങൾ പരിശോധിച്ചു നോക്കൂ. മറ്റു പുസ്തകങ്ങളിലൊക്കെ അശ്അരി സരണി എന്ന് നമ്മുടെ ബൈലോകളിൽ നമ്മൾ ചേർക്കുന്ന ആ അശ്അരി മാതുരീദി സരണി എന്ന് പറയുന്നത് അത് മദ്ഹബിന്റെ ഇമാമുകൾ, വിശിഷ്യ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുമായിട്ട് ഏറ്റുമുട്ടി ഉണ്ടായതാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ് അവരൊക്കെ എഴുതുന്നത്. കുന്നീദ് മദനിയുടെ പുസ്തകത്തിലും വായിച്ചത് ഓർക്കുകയാണ്. ഇവിടെയുള്ള ജമാഅത്ത് മുജാഹിദുകൾ നമ്മുടെ അശ്അരി മാതുരീദി സരണി അത് നബിയുടെയും സഹാബത്തിന്റെയും മാർഗമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു വാദമാണ്. ഇത് സലഫുകളായ ഇമാമുകളോട്, പ്രത്യേകിച്ച് ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ഏറ്റുമുട്ടി ഉണ്ടായതാണ് എന്നുള്ള വാദം.
ഈ വാദം ഹക്കീം ഫൈസി ഉന്നയിക്കുകയാണ്. പിന്നെ എങ്ങനെയാണിത് സമസ്തത്തിന് അംഗീകരിക്കാൻ പറ്റുക? സമസ്തയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുക? നോക്കൂ, ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവിടെ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നു, പൊതുവെ നമ്മുടെ പള്ളികൾ വഖഫ് ചെയ്യുമ്പോൾ അശ്അരി മാതുരീദി എന്നീ രണ്ടാലൊരു ത്വരീഖത്ത് പ്രകാരമായിരിക്കണം അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അശ്അരി ത്വരീഖത്ത് എന്ന് ആലോചിക്കുന്നത് ഉചിതമാണ്. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ അശ്അരി ത്വരീഖത്ത് എന്നത് സമന്വയ രീതി എന്നാണ് അർത്ഥം. അശ്അരി ത്വരീഖത്ത് രൂപപ്പെടുന്നത് ഭൗതിക വിദ്യാഭ്യാസം ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ പഠിപ്പിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന വാദപ്രതിവാദത്തിലാണ്. അതാത്ര അശ്അരി ത്വരീഖത്ത്. സുന്നത്തിയമായത്തിൻ്റെ അടിത്തറ തന്നെ മാന്തുകയാണ്. ഇതാണോ അപ്പം നിങ്ങൾ കമ്മിറ്റിക്കാർ എഴുതി വെക്കണ അശ്അരി ത്വരീഖത്ത് എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ എന്താ പിന്നെ സമസ്തക്കാർക്ക് മറുപടി പറയാനുണ്ടാകുക? നോക്കൂ നിങ്ങൾ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ളവർ ദീനീ വിദ്യാഭ്യാസം അതിൻ്റെ തനത് സോഴ്സിൽ നിന്ന് എങ്ങനെയാണോ കിട്ടുന്നത് അങ്ങനെ മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന് സിദ്ധാന്തിച്ചു. ഗ്രീക്ക് തത്വശാസ്ത്രപ്രകാരം ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ ബലപ്പെടുത്തുന്നത് നല്ലതാണ് എന്ന് അബുൽ ഹസൻ അശ്അരി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. ഖുർആൻ സൃഷ്ടിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഉയർന്നു വന്നത്. ഹംബലി മദ്ഹബ് ഒരു മദ്ഹബ് മാത്രമല്ല, ഒരു തരീഖത്ത് കൂടിയാണ്. ഹംബലി തരീഖത്തിന്റെ വാദവും അശ്അരി തരീഖത്തിന്റെ വാദവും തമ്മിൽ അന്ന് ഏറ്റുമുട്ടലുകൾ നടന്നു. അതിനുശേഷം ഇതേ നിലപാടിൽ വന്ന തരീഖത്താണ് മാതുരീദി തരീഖത്ത്. ഇതാണോ അപ്പം നിങ്ങൾ അശ്അരി മാതുരീദി തരീഖത്ത് പുതിയ തലമുറ നമ്മൾ ചോദിക്കൂലേ? നമ്മളെ ബൈലോയിൽ നിന്നത് വെട്ടാൻ വേണ്ടി പറയില്ലേ? ഈ ഒരു ഏറ്റുമുട്ടലിൻ്റെ ഉൽപ്പന്നമാണ് അശ്അരി മാതുരീദി സരണി എന്ന് പറഞ്ഞാൽ എന്ത് വിലയാണ് പിന്നെ അതിനുള്ളത്? ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു കൊടുത്ത തുഹ്ഫത്തുൽ മുഹ്താജിൽ 10-ാം വാല്യത്തിൽ ഷഹാദത്തിന്റെ അധ്യായത്തിൽ ആരാണ് സുന്നി ആരാണ് മുബ്തദി എന്ന് നിർവചനം പറയുന്നുണ്ട്. ആ നിർവചനത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അശ്അരി മാതുരീദി ഇമാമിന്റെ അനുയായി വൃന്ദത്തെ പറ്റിയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ആ അടിസ്ഥാനത്തെ നിരാകരിക്കുന്ന നിസ്സങ്കോചം നിഷേധിക്കുന്ന ഒരു വാദം പല ഉരുവായിട്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.